നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഈ വീഡിയോയിൽ അതിഥി അധ്യാപകരുടെ ദിവസവേതനം അതാണ് നോക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഗസ്റ്റ് ടീച്ചേഴ്സിന് ഡെയിലി വേജസ് ആണുള്ളത്. അതായത് ആ ടീച്ചർ ഒരു ദിവസം പോയാൽ ആ ദിവസം എത്ര രൂപയാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതെന്നുള്ളത്. കൺസോളിഡേറ്റ് പേ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ദിവസം ലീവ് എടുത്താൽ ആ ദിവസം സാലറി ഉണ്ടാവില്ല. അതേപോലെ തന്നെ വെക്കേഷൻസ് വരുമ്പോൾ അത്രയും ദിവസം നമുക്ക് സാലറി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിഥി അധ്യാപകരുടെ സാലറി ഡെയിലി വേജ് നോക്കാം. ഈ വർഷം സർക്കാർ കോളേജിലെയും അതുപോലെ തന്നെ സ്കൂളിലെയും അതിഥി അധ്യാപകരുടെ ഡെയിലി വേജസിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ആദ്യം LP UP ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഡെയിലി വേജ് നോക്കാം. പാർട്ട് ടൈം ടീച്ചർ എന്ന് പറഞ്ഞാൽ 5 ദിവസം തികച്ച് വർക്കിംഗ് അവർ ഇല്ലാത്തവരെയാണ് പാർട്ട് ടൈം ടീച്ചർ എന്ന് പറയുന്നത്. സാധാരണയായി ആഴ്ചയിൽ 3 ദിവസമൊക്കെ ആയിരിക്കും ഇവർക്ക് വർക്ക് ഉണ്ടാവുക. അപ്പോൾ 770 ഒരു ദിവസത്തെ. ഇനി ഫുൾ ടൈം LP UP വിഭാഗമാണെങ്കിൽ 1010, അതായത് 5 ദിവസം അവർക്ക് വർക്ക് ഉണ്ടാവും വീക്കിൽ. അടുത്തത് HST ഹൈസ്കൂൾ വിഭാഗം ടീച്ചേഴ്സിൻ്റെ ദിവസവേതനം എത്രയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ട് ടൈം ആണെങ്കിൽ HST വിഭാഗത്തിൽ ഡെയിലി വേജ് 800 രൂപയാണ്. ഫുൾ ടൈം HST ആണെങ്കിൽ ദിവസവേതനം 1160 രൂപയാണ് ലഭിക്കുക. ഇനി ഹയർ സെക്കൻഡറി വിഭാഗം അതിഥി അധ്യാപകരുടെ ഡെയിലി വേജ് നോക്കാം. HSST അധ്യാപകർ ജൂനിയർ പോസ്റ്റ് ആണെങ്കിൽ അതിന് 1270 രൂപയാണ് ദിവസവേതനം. HSST സീനിയർ ആണെങ്കിൽ അവരുടെ ഡെയിലി വേജ് 1530 രൂപയാണ്. ഇനി കോളേജ് അധ്യാപകരുടെ ഗസ്റ്റ് ലെക്ചേഴ്സിൻ്റെ സാലറി ഡെയിലി വേജ് എത്രയാണെന്ന് നോക്കാം. സ്കൂളിൽ നമ്മൾ ഫുൾ ടൈം പാർട്ട് ടൈം പറഞ്ഞ പോലെ കോളേജിൽ അതുണ്ടെങ്കിലും സാലറി തമ്മിലുള്ള വ്യത്യാസം ഇവിടെയുള്ളത് UGC ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ഗസ്റ്റ് ലെക്ചറർ UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള ആളാണെങ്കിൽ അയാൾക്കുള്ള ദിവസവേതനം എന്ന് പറയുന്നത് 2200 രൂപയാണ്. അതേപോലെ തന്നെ UGC ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ ദിവസവേതനം എന്ന് പറയുന്നത് 1800 രൂപയാണ്. അതായത് ഇപ്പോൾ ഒരാൾ പാർട്ട് ടൈമാണ് വർക്ക് ചെയ്യുന്നത്, 3 ദിവസമാണ്. പക്ഷേ അയാൾ UGC ക്വാളിഫൈഡ് ആണെങ്കിൽ 2200 തന്നെ കിട്ടും. പിന്നെ ഡെയിലി വേജ് ആയതുകൊണ്ട് 3 ദിവസമാണെങ്കിൽ ആ 3 ദിവസത്തെ സാലറിയേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഗസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഡെയിലി വേജസിനെ കുറിച്ചൊരു ധാരണ ഇപ്പോൾ കിട്ടിക്കാണും. ഉടനെ തന്നെ ഞാൻ ഈ ഓരോ പോസ്റ്റിലേക്കും എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെ കോഴ്സ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് എത്താൻ കഴിയുക എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് വീഡിയോയ്ക്കായിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.